യാചിക്കുവിൻ, അതെ, എന്നാൽ നിങ്ങൾക്ക് കിട്ടും. യാചിക്കുവിൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും. അന്വേഷിക്കുവിൻ എന്നാൽ നിങ്ങൾ കണ്ടെത്തും. അന്വേഷിപ്പിൻ എന്നാൽ കണ്ടെത്തും. മുട്ടുവിൻ എന്നാൽ നിങ്ങൾക്ക് തുറക്കും. മുട്ടുവിൻ എന്നാൽ നിങ്ങൾക്ക് തുറക്കും. യാചിക്കുന്നവന് ലഭിക്കുന്നു, അന്വേഷിക്കുന്നവൻ കണ്ടെത്തുന്നു, മുട്ടുന്നവന് തുറക്കും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. എന്നാൽ നിങ്ങൾ ഒരു അപ്പനോട് മകൻ അപ്പം ചോദിച്ചാൽ അവന് കല്ല് കൊടുക്കുമോ? അല്ല, മീൻ ചോദിച്ചാൽ മീനിന് പകരം പാമ്പിനെ കൊടുക്കുമോ? മുട്ട ചോദിച്ചാൽ തേളിനെ കൊടുക്കുമോ? അങ്ങനെ ദോഷികളായ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുക്കുവാൻ അറിയുന്നുവെങ്കിൽ സ്വർഗസ്ഥനായ പിതാവ് തന്നോട് യാചിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിനെ എത്രയധികം കൊടുക്കും. അവിടെ യാചിക്കുക, മുട്ടുക എന്ന് പറഞ്ഞത് ഭൗതിക കാര്യങ്ങൾക്ക് വേണ്ടിയല്ല, പരിശുദ്ധാത്മാവിന് വേണ്ടിയാ. ആ വചനത്തിന്റെ ഒരു ഭാഗം മാത്രമേ എടുക്കുന്നുള്ളൂ, ആ വചനം മുഴുവൻ എടുക്കുന്നില്ല. യാചിക്കുക, മുട്ടുക എന്ന് പറഞ്ഞ് എന്തിനു വേണ്ടിയാണ് അവിടെ? യാചിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിനെ എത്രയധികം നൽകും. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നത്, എന്ത് തിന്നും എന്ത് കുടിക്കും എന്ന് നിങ്ങളുടെ ജീവനായിക്കൊണ്ടും എന്തുടുക്കും എന്ന ശരീരത്തിനായിക്കൊണ്ടും വിചാരപ്പെടരുത്. ആഹാരത്തെക്കാൾ ജീവനും ഉടുപ്പിനേക്കാൾ ശരീരവും വലുതല്ലയോ? ആകാശത്തിലെ പറവകളെ നോക്കുവിൻ, അവ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പരയിൽ കൂട്ടിവെക്കുന്നതുമില്ല. എങ്കിലും സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് അവയെ പുലർത്തുന്നു. അവയേക്കാൾ നിങ്ങൾ ഏറ്റവും വിശേഷതയുള്ളവരല്ലയോ? വിചാരപ്പെടുന്നതിനാൽ തന്റെ നീളത്തോട് ഒരു മുഴം കൂട്ടുവാൻ നിങ്ങൾ ആർക്ക് കഴിയും? ഉടുപ്പിനെ കുറിച്ച് വിചാരപ്പെടുന്നതും എന്ത്? വയലിലെ താമര എങ്ങനെ വളരുന്നു എന്ന് നിരൂപിപ്പീൻ. അവ അധ്വാനിക്കുന്നില്ല, നിൽക്കുന്നതുമില്ല. എന്നാൽ സൊലോമൻ പോലും തന്റെ സർവ്വമഹത്വത്തിലും ഇവയിൽ ഒന്നിനോളം ചമഞ്ഞിരുന്നില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ഇന്നുള്ളതും നാളെ അടുപ്പിൽ ഇടുന്നതുമായ വയലിലെ പുല്ലിനെ ദൈവം ഇങ്ങനെ ചമയിക്കുന്നുവെങ്കിൽ അല്പവിശ്വാസികളെ നിങ്ങളെ എത്രയധികം. ആകയാൽ നാം എന്ത് തിന്നും എന്ത് കുടിക്കും എന്തെടുക്കും എന്നിങ്ങനെ നിങ്ങൾ വിചാരപ്പെടരുത്. ഈ വകയൊക്കെയും ജാതികൾ അന്വേഷിക്കുന്നു. ഈ വകകളൊക്കെയും ആരന്വേഷിക്കുന്നു? ജാതികൾ അന്വേഷിക്കുന്നു. സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് ഇതൊക്കെയും നിങ്ങൾക്ക് ആവശ്യമെന്നറിയുന്നുവല്ലോ. സ്വർഗസ്ഥനായ പിതാവ് ഇതൊക്കെയും നിങ്ങൾക്ക് ആവശ്യമെന്നറിയുന്നുണ്ട്. ഹല്ലേലൂയ. നമ്മുടെ ഭൗതികമായ കാര്യങ്ങളുടെ കൺട്രോൾ മുഴുവനും സ്വർഗസ്ഥനായ ദൈവത്തിന്റെ കയ്യിൽ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അത് കർത്താവ് പൂർണ്ണമായി നടത്തുവാൻ മതിയായവനാണ്. നിങ്ങളിവിടെ എങ്ങനെ ചെയ്യുന്നത് എനിക്ക് അറിഞ്ഞുകൂടാ. ഞങ്ങളുടെ അവിടെ യോഗങ്ങൾ നടത്തിയാൽ സ്തോത്രാശയങ്ങൾ എടുക്കാറില്ല. ഒരു പെട്ടി 1-2 സ്ഥലത്ത് പെട്ടി വെച്ചിരിക്കും. ആർക്കെങ്കിലും ഇഷ്ടമുണ്ടെങ്കിൽ ഇടാം. അത് വീണ്ടും വീണ്ടും പറയുകയില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, നമ്മുടെ ഭൗതിക കാര്യങ്ങളെല്ലാം ആർക്കറിയാം? സ്വർഗസ്ഥനായ ദൈവത്തിനറിയാം. നമ്മൾ ചോദിക്കാതെ അവനറിയാം. അതുകൊണ്ട് നമ്മൾ ഭൗതിക കാര്യങ്ങളൊന്നും ചോദിക്കാൻ ദൈവത്തിന്റെ വചനം അനുവദിക്കുന്നില്ല. അങ്ങ് ഭൗതിക കാര്യങ്ങൾ ചോദിക്കുകയാണെങ്കിൽ നമ്മളുടെ പേര് അന്യജാതി പാസ്റ്റർ. അതെല്ലാം ജാതികൾ അന്വേഷിക്കുന്നല്ലേ. അപ്പൊ നമ്മൾ പാസ്റ്റർ ബ്രാക്കറ്റിൽ എന്തെഴുതണം? ജാതി. പിതാവില്ലാത്തവർ. നമുക്കൊരു പിതാവുണ്ടല്ലോ. പിതാവുണ്ടല്ലോ, നമുക്കൊരു പിതാവുണ്ടല്ലോ. അല്ലെങ്കിൽ അപ്പോൾ ഞാൻ പറഞ്ഞത്, നമ്മൾക്ക് വാസ്തവമായ ആ അനുഭവത്തിലേക്ക് നമ്മൾ വരണം. ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്. എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടെ ദൈവത്തോട് അറിയിക്കുക അത്ര വേണ്ടത്. സ്തോത്രത്തോടെ ദൈവത്തോട് അറിയിക്കുക അത്ര വേണ്ടത്. എന്നാൽ സകല ബുദ്ധിയെയും കവിയുന്ന ദൈവസമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിലവുകളെയും ക്രിസ്തുയേശുവിൽ കാക്കും. അപ്പോൾ നിങ്ങളുടെ ഹൃദയങ്ങളെയും നിലവുകളെയും കാക്കുക എന്ന് പറയുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്ന കാര്യങ്ങളൊന്നും ഭൗതികങ്ങളല്ല. ആവശ്യങ്ങൾ എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ആവശ്യം അത് ഭൗതിക കാര്യങ്ങളാണോ ആവശ്യങ്ങൾ, ആത്മീയ കാര്യങ്ങളോ? അവിടെ എഴുതി എന്നാൽ, ആ വാക്കിൽ എഴുതും എന്നാൽ സകല ബുദ്ധിയെയും കവിയുന്ന ദൈവസമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിലവുകളെയും കാക്കും. സകല ഭൗതികാര്യങ്ങളും നൽകുമെന്നല്ല പറഞ്ഞിരിക്കുന്നത്, ഹൃദയങ്ങളെയും നിലവുകളെയും കാക്കും. പ്രിയമുള്ളവരെ, നമ്മുടെ ഭൗതിക കാര്യങ്ങൾ മുഴുവനും നടത്തുവാൻ നമ്മളെ കർത്താവ് വലിയവനാണ്.